ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറഞ്ഞ നമ്മുടെ യൂണിറ്റിനെ പറ്റിയാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് സ്റ്റാറ്റസ് ആൻഡ് റോൾ. അത് തന്നെയാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്, സ്റ്റാറ്റസ് ആൻഡ് റോൾ. ഇതിൽ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, കൺസെപ്റ്റ്, ദെൻ ക്ലാസിഫിക്കേഷൻ, റോൾ സിസ്റ്റം, ഡയമെൻഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദിസ് യൂണിറ്റ് സീക്സ് ടു ഇൻട്രൊഡ്യൂസ് യു ടു ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റോൾ. Concept status and role which are the important aspects of social structure in any society. Discuss the roles in both. അതായത് സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ് ആൻഡ് റോൾ, ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റാറ്റസ് ഉണ്ടാവും, ഓരോ റോൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും റോൾ മീൻസ് ഇത് സിനിമയോ അല്ലെങ്കിൽ നാടകമോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഒറിജിനൽ ലൈഫിൽ, അതായത് റിയൽ സൊസൈറ്റിയിൽ ഒരു റിയൽ പേഴ്സൻ്റെ ഒരു റിയൽ റോൾ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ്, സ്റ്റാൻഡേർഡ്, അദ്ദേഹത്തിൻ്റെ ലിവിങ് ഓഫ് സ്റ്റൈൽ ആൻഡ് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരാളുടെ സ്റ്റാറ്റസ് ആൻഡ് റോൾ സമൂഹത്തിൽ നിർണ്ണയിക്കുന്നത്. ഓക്കെ. Simple and complex societies and different dimensions is role of the role set, multiple roles, that role signs and role conflict എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. Although status role has been discussed separately in the unit of relationship between two will drawn റെക്യുർലി, അതായത് ഓരോരുത്തർക്കും ഓരോ കമ്മ്യൂണിറ്റിയിൽ ഓരോ സ്റ്റാറ്റസ് റിസർവ് ചെയ്തതുപോലെയാണ് ഓരോരുത്തരുടെ ജീവിതം. അത് വിട്ട് ജീവിക്കാൻ പലർക്കും താല്പര്യക്കുറവാണ്. അത് ശരിയുള്ള ഒരു യഥാർത്ഥത്തിലുള്ള കാര്യം. ഒരാളൊരു സ്റ്റാൻഡേർഡ് വിട്ട് അവർ പെരുമാറണമെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം എന്തെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, സിറ്റുവേഷൻ കൊണ്ടോ മാനസിക വൈകല്യം കൊണ്ടോ എങ്ങനെയൊക്കെയോ സിറ്റുവേഷൻ കൊണ്ടോ ആളുകൾ വിഭിന്നമായി ചിന്തിക്കുന്നു. പലരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇൻ കേസ് ആരാണെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, നമ്മൾ കാലാകാലങ്ങൾ അറിയുന്ന ചില വ്യക്തികൾ, എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്, ഓട്ടോ ഡ്രൈവർ കുട്ടികളെ പോക്സോ കേസ് പ്രതിയായി എന്നൊക്കെ കേൾക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. മിസ്സിന് തൊട്ടടുത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം മിസ്സ് നേരിട്ട് നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയെ ആ ഒരു കേസിൽ ഇതായപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് എന്തായത്. അല്ല, സ്റ്റാൻഡേർഡ് മീൻസ് അവരുടെ റോൾ ഓഫ് സൊസൈറ്റി എന്നൊക്കെ പറയും. നമ്മൾ കണ്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് ജസ്റ്റ് ഷോക്കാവുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റോളിന് ഓരോ ഇമ്പോർട്ടൻ്റ് സൊസൈറ്റിയിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ചില സ്റ്റാൻഡേർഡും മര്യാദകളും എല്ലാം പാലിച്ചിരിക്കണമെന്നാണ് ഒരു ഇന്നർ മീനിങ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. കൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ്. നെക്സ്റ്റ് നമ്മൾ പറയാവുന്ന കൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ്, അതായത് സ്റ്റാറ്റസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കാം. ദ സിമ്പിൾ ടേം സ്റ്റാറ്റസ് ഈസ് പൊസിഷൻ ആണ് ഒക്യൂർഡ് ബൈ എ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. സ്റ്റാറ്റസ് ഇസ് എ പൊസിഷൻ, അതൊരു പൊസിഷനാണ്. നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ജഡ്ജി, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ജഡ്ജി ആയിരിക്കും അദ്ദേഹത്തിന് നല്ല റെസ്പെക്റ്റഡ് സീറ്റാണ്. അതുകൊണ്ട് നമ്മൾ സൊസൈറ്റി അദ്ദേഹത്തെ എല്ലാ ജോബിനേക്കാളും കുറച്ചൊന്നുകൂടി റെസ്പെക്റ്റ് നമുക്ക് കൂടും. ജഡ്ജി ആണല്ലോ, അതാണ് സൊസൈറ്റിയിൽ ആ പേഴ്സണിൻ്റെ സ്റ്റാൻഡ്, അതാണ് സ്റ്റാൻഡേർഡ് ഒരു പൊസിഷൻ, അതാണ്. അതുകൊണ്ടാണ് ഇൻ എ ലൈഫ് ടൈം ആൻ ഇൻഡിവിജ്വൽ ഓക്യുപ്പൈസ് ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് ഇൻ ദ ലൈൻസ് ഓഫ് ഏജ്, ജെൻഡർ, ക്ലാസ്, ഓക്കുപ്പേഷൻ, എഡ്യൂക്കേഷൻ. ഒരു പക്ഷേ അദ്ദേഹത്തെ ആ ഒരു വ്യക്തിയെ സ്വാധീനിച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത ഘടകങ്ങൾ എന്തൊക്കെയാവാം? അദ്ദേഹത്തിൻ്റെ ഏജ് ആവാം, ജെൻഡർ ആവാം, ക്ലാസ് ആവാം, ഓക്കുപ്പേഷൻ ആവും, എഡ്യൂക്കേഷൻ ആവും. എ പേഴ്സൺ ക്യാൻ ഹാവ് സെവറൽ status in a point of time, such being a daughter, social worker, member of a book reading club, or a manager in the company. A composition of all the standards that person hold as called status set. അതായത് ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യും, ഇപ്പോഴത്തെ
ന്യൂ ജനറേഷൻ കുട്ടികൾ നമ്മൾ പറയുകയാണെങ്കിൽ അവർ പഠിക്കുന്ന പിള്ളേർ വരെ എന്താണ്, വൈകുന്നേരം വരെ സ്റ്റുഡൻ്റ് ആണ്. നെക്സ്റ്റ് അവർ എന്ത് ചെയ്യുന്നു, ജോബ് ചെയ്യാൻ പോകുന്നു, ഷോപ്പുകളിൽ പോകുന്നു. ജോബിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ്സിൽ ചെയ്യുന്നു. അപ്പോൾ ഒരാൾ ഒരു ജോലി മാത്രം ചെയ്യുന്നൊരു സമൂഹമല്ല ഇപ്പോൾ ഉള്ളത്. ഇൻകം, ജീവിക്കാൻ അറിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെയാണ്. ഒരു ജോബ് മാത്രം, ഒരു ബിസിനസ്മാൻ ഒരു ബിസിനസ് മാത്രമേ, അദ്ദേഹത്തിന് പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓണറായിരിക്കും അദ്ദേഹം. അങ്ങനെ ഒരു വ്യക്തി പല റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കളക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. വാട്ട് ഈസ് സ്റ്റാറ്റസ് സെറ്റ്? ഡെഫിനിഷൻ, വാട്ട് ഈസ് സ്റ്റാറ്റസ് സെറ്റ് എന്നതിൻ്റെ ഡെഫിനിഷൻ, ദ സ്റ്റാറ്റസ് സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അതായത് ഒരു കൂട്ടം നിർവഹിക്കപ്പെടേണ്ട ജോലിയുടെയും അല്ലെങ്കിൽ ഒരു അധികാരത്തിൻ്റെ അവകാശത്തിൻ്റെയും ഒരു കൂട്ടം കാര്യത്തെയാണ് എന്തെന്ന് പറയുന്നത്, കളക്ഷനാണ് എന്ത്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് ഹാസ് certain behavioral expectation attached to it called social roles. അതായത് സൊസൈറ്റിയിലാണല്ലോ ഓരോ വ്യക്തികൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ അവർക്ക് റോൾ ഉണ്ടാവും. അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, അവർക്കനുസരിച്ച് ഇൻകം കിട്ടുന്ന രീതിയിൽ അവരെന്ത് ചെയ്തു, പല ബിസിനസ്സുകളും ചെയ്യുന്നു, പല ബിസിനസ് ഓണർഷിപ്പുകൾ ഏറ്റെടുക്കുന്നു, പല സ്ഥാപനങ്ങൾ നടത്തുന്നു. അവർ ചിലപ്പോൾ ചാരിറ്റി നടത്തുന്നുണ്ടാവാം, അതേസമയം അദ്ദേഹം ഒരു ടീച്ചർ ആവാം, ഒരു പക്ഷേ അതേസമയം അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആവാം. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ആളുകൾ പല സ്ഥാനങ്ങൾ പല സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ascribed and achieved status. അതായത് then അതിൽ നമ്മൾ പറയുന്നത് ascribed status are those which are assigned in individuals the reference of their initial difference of abilities. The universally used criteria for ascription of status: age, sex, kinship and race. Birth of individual as particularly social categories such as class and caste also become criteria for അബ്സ്ക്രിപ്ഷൻസ് ഓഫ് സ്റ്റാറ്റസ് സെവറൽ ബട്ട് നോട്ട് സൊസൈറ്റീസ്. അതായത് ഒരു വ്യക്തി സൊസൈറ്റിയിൽ ജനിക്കുമ്പോൾ അദ്ദേഹം ജനിക്കുന്ന എന്തൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഏജ്, സെക്സ്, അദ്ദേഹത്തിൻ്റെ കാസ്റ്റ്, റിലീജിയൻ, റേസ്, കിൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പേഴ്സണൽ കാര്യങ്ങളും കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരാളുടെ സ്റ്റാറ്റസ് ആൻഡ് നിർണ്ണയിക്കുന്നത്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആർ ദോസ് ആർ ലെഫ്റ്റ് ഓപ്പൺലി through competition and individual effort. These are acquired over the individual lifetime. Occupation and education is called achieved status. Achieved status എന്ന് പറഞ്ഞാൽ that is occupation and education are thus called achieved status. Marital status of wife or husband are also achieved status. അതായത് വാട്ട് ഈസ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഇൻക്ലൂഡഡ് ഒക്കുപ്പേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മുടെ വരുമാനവും വിദ്യാഭ്യാസവും കൂടി ചേർന്നതാണ് എന്ത്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ മെറ്റീരിയൽസ് മാരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് വൈഫ് ഓർ ഹസ്ബൻഡ് ഓൾസോ അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഒരു വൈഫും ഹസ്ബൻഡും അവർ മാരേജ് ചെയ്ത് ജീവിക്കുന്നത് എന്തിൽ ഉൾപ്പെടുന്നു, അച്ചീവ്ഡ് സ്റ്റാറ്റസിൽ ഉൾപ്പെടുന്നു. Next, master status. In every society there is always one status that trend to overshadow that status or given more importance by others. That is called master status. Okay, master status എന്ന് പറയുന്നു. Gender, race and caste or instance often become master status highly satisfied in societies. എന്താണ് everyday society there is always one status that trend in overshadow all other status given more importance by other. This is called, അതായത് മറ്റുള്ളവർക്കുള്ള സ്റ്റാറ്റസിനേക്കാളും കുറച്ചും കൂടി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കൊടുക്കുന്ന ആ ഒരു ഇതിന് പേരാണ് മാസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ജെൻഡർ, റേസ്, കാസ്റ്റ് ആൻഡ് ഇൻസ്റ്റൻസ് ഓഫൺ ബിക്കം മാസ്റ്റർ സ്റ്റാറ്റസ്. അപ്പോൾ അത് എന്തിനോടൊക്കെ സ്വാധീനിക്കപ്പെടാം, ജെൻഡർ കൊണ്ട് സ്വാധീനിക്കപ്പെടാം, സെക്സ് കൊണ്ട്, റേസ് കൊണ്ട്, കാസ്റ്റ് കൊണ്ട്, മെയിലാണോ ഫീമെയിലാണോ നോക്കിയിട്ട് അങ്ങനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. Then similarly, matter of physical disability also became master status. Physical disability means നമ്മൾ ശാരീരികപരമായിട്ട് വെല്ലുവിളികൾ, അതായത് വൈകല്യങ്ങൾ, അതായത് നമുക്കറിയാം ചിലപ്പോൾ കാലിന് എന്തെങ്കിലും സുഖമില്ലാത്ത അംഗവൈകല്യം, പരിമിതികളാണ്, നമ്മുടെ ശാരീരിക പരിമിതികൾ ഉണ്ടാവും. നമുക്ക് എന്തുണ്ട്, അതിനുള്ള സ്റ്റാറ്റസ് വേറെ തന്നെയാണ്. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പല കൺസെഷനും കിട്ടുന്ന ആ ഒരു സ്റ്റാറ്റസ് വേറെ തന്നെയാണെന്നാണ് പറയുന്നത്.
Then disabled refers needs to differently abled woman. Then next point, the concept of role. എന്താണ് role? Thinks about how each day begins with playing different roles attached to our different status.